ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് എല്ലാവരും വിശ്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് പടിവാതിൽ മെല്ലെ തള്ളി തുറന്ന് തൻ്റെ പീഞ്ഞപ്പെട്ടിയുമായി വളക്കാരൻ കിഴക്കേ മുറ്റത്തേക്ക് നടന്നു വന്നത്. അയാൾ ആ ഗ്രാമത്തിലെ അപരിചിതനായിരുന്നു. കിഴക്കേ കോലായിൽ ഒരു തൂണും ചാരിയിരുന്ന് ബീഡി വലിച്ചിരുന്ന വെപ്പുകാരൻ അതുകൊണ്ട് അയാളെ സംശയം നിറഞ്ഞ കണ്ണുകളോടെ പരിശോധിച്ചു. മുട്ടുവരെ മടക്കി ചുറ്റിയ കള്ളിമുണ്ട്, ബലിഷ്ഠമായ ശരീരത്തിൽ പറ്റിക്കിടക്കുന്ന വെള്ള ബനിയൻ, നേർത്ത മീശ, ചുവന്ന ചുണ്ടുകൾ. വെപ്പുകാരന് ആഗതന് തീരെ ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് വെള്ളം തരുമോ നായരെ? വളക്കാരൻ ചോദിച്ചു. അയാൾ തൻ്റെ പെട്ടി കോലായിലേക്ക് ഇറക്കി വെച്ച് തലയിൽ ചുരുട്ടി വെച്ചിരുന്ന മുഷിഞ്ഞ തുണിയെടുത്ത് കുടഞ്ഞു. വല്ലാത്ത ദാഹം. അയാൾ പിറുപിറുത്തു. ആ മുറ്റത്തെ ഓരോ മണൽത്തരിയിലും സൂര്യൻ പ്രതിഫലിച്ചിരുന്നു. വളക്കാരൻ മാപ്പിള കണ്ണുകളിറക്കി കിണറ്റിൻകരയിലേക്ക് നോക്കി. കുറച്ച് വെള്ളം കോരി തരിൻ, അയാൾ വീണ്ടും പറഞ്ഞു. വെപ്പുകാരൻ എഴുന്നേറ്റ് നിന്ന് തൻ്റെ 2 കൈകളും നിവർത്തി ഒന്ന് ഞെളിഞ്ഞു. അയാൾ മെലിഞ്ഞ് പല്ലുകൾ ഉയർന്ന് ആകപ്പാടെ കരുവാളിച്ചൊരു 35 വയസ്സുകാരനായിരുന്നു. അയാളുടെ വേഷം ഒരു കരിമുണ്ട് മാത്രമായിരുന്നു. നിങ്ങൾ എവിടുന്നാ? അയാൾ വളക്കാരനോട് ചോദിച്ചു. പൊന്നാനീന്ന്. വളക്കച്ചവടം അല്ലേ? വെപ്പുകാരൻ വെള്ളം കോരുന്നതിനിടയിൽ ചോദിച്ചു. കോലായിൽ ഒരു പത്തായപ്പെട്ടിമേൽ ചുവരിനോട് ചേർന്ന് കിടന്നുറങ്ങിയിരുന്ന ചെറുപ്പക്കാരി വെള്ളം കോരുന്ന ശബ്ദം കേട്ടിട്ടോ എന്തോ പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് തൻ്റെ കണ്ണുകൾ തിരുമ്മി. വളക്കാരൻ തൻ്റെ കയ്യിലേക്ക് വീഴുന്ന വെള്ളം ആർത്തിയോടെ കുടിക്കുകയായിരുന്നു. കുടിച്ചു കഴിഞ്ഞ് തല ഉയർത്തിയപ്പോൾ അയാൾ അവളെ കണ്ടു. ഇരുനിറത്തിൽ തടിച്ച് മിനുത്തവൾ, കൺമഷി പരന്ന കവിൾത്തടങ്ങൾ, ഉറക്കമിടാത്ത കണ്ണുകൾ. അയാൾ 1-2 നിമിഷങ്ങൾ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടു നിന്നു. നിങ്ങളെന്താ സ്ത്രീകളെ കണ്ടിട്ടില്ലേ മാപ്പിളെ? വെപ്പുകാരൻ ചോദിച്ചു. ഇങ്ങനെ നോക്കി ചോര കുടിക്കണോ? പെങ്ങളാ? വളക്കാരൻ ചോദിച്ചു താഴ്ന്ന സ്വരത്തിൽ. ആരുടെ പെങ്ങള്? ഇൻ്റെയോ? ഇൻ്റെ പെങ്ങളൊന്നുമില്ല, വെപ്പുകാരൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഇൻ്റെ മുഖശായ ഉണ്ടോ? നിങ്ങളുടെ ശായയൊന്നും വേണ്ട ഇവിടെ പെങ്ങന്മാർക്ക് നായരെ. വളക്കാരൻ അത് പറഞ്ഞു ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസം കലർന്നിരിക്കുന്നുവെന്ന് വെപ്പുകാരന് മനസ്സിലായി. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ മാപ്പിളെ? വളക്കാരൻ മാപ്പിള വീണ്ടും ചിരിച്ചു. അയാൾ കോലായിൽ തൻ്റെ പെട്ടിക്കരികിലിരുന്ന് പത്തായപ്പെട്ടിമേലിരിക്കുന്ന സ്ത്രീയെ വീണ്ടും നോക്കി തുടങ്ങി. വെള്ളം കുടിച്ചില്ലേ? ഇനി അങ്ങോട്ട് പൊയ്ക്കൂടെ? ഇവിടെ ആർക്കും വള വേണ്ടേ? മാപ്പിള ചോദിച്ചു. അയാളുടെ കണ്ണുകൾ അപ്പോഴും ആ പെൺകുട്ടിയുടെ മുഖത്തും ദേഹത്തും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഇവിടെ വളയിടേണ്ട പ്രായത്തിൽ ആരുമില്ല. ഇവിടെ ആകെ കൂടി ഒരു വല്യമ്മയുള്ളൂ. അത് ഉറങ്ങാൻ പോയെടുക്കാം. ഈ കുട്ടിയോ? മാപ്പിള ചോദിച്ചു. ഇത് ഇവിടെ ജോലിക്ക് നിൽക്കണതാ, മുക്കോലക്കാരിയാ. അതിൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. നിങ്ങൾ നേരം കളയാണ്ട് വേഗം പൊയ്ക്കോളി മാപ്പിളെ. പത്തായപ്പെട്ടിമേലിരുന്നിരുന്ന പെൺകുട്ടി മെല്ലെ താഴത്തേക്ക് ഇറങ്ങി ഒരു തൂണും ചാരി വളപ്പെട്ടിയിലേക്ക് കണ്ണും നട്ട് നിശ്ചലയായി നിന്നു. വള വേണോ? മാപ്പിള ഒരു മൃദുസ്വരത്തിൽ അവളോട് ചോദിച്ചു. അയാൾ വളക്കെട്ടുകൾ പുറത്തേക്കെടുത്ത് ചാണകം തേച്ച് മിനുക്കിയ ആ നിലത്ത് നിരത്തി. വള വേണോ കുട്ടിയെ? അയാൾ വീണ്ടും ചോദിച്ചു. അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി. അവയ്ക്ക് വേർപെടുത്തുവാൻ കുറേ നേരത്തിന് കഴിഞ്ഞില്ല. നിങ്ങൾ പൊയ്ക്കോളി മാപ്പിളെ, വെപ്പുകാരൻ നീരസത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആർക്കും വള വേണ്ടാന്ന്. ഡോൾഡ് ഗോൾഡിൻ്റെ വള വേണോ? മാപ്പിള ചോദിച്ചു. നിറം പോവാത്ത വള. അയാൾ പെട്ടിയുടെ അടിയിൽ നിന്ന് ഒരു ചെറിയ കാർഡ്ബോർഡ് പെട്ടി വലിച്ചെടുത്ത് തുറന്നു. അതിൽ ചുവന്ന വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു വെച്ചിരുന്ന മുക്കുവളകൾ അയാൾ പുറത്തേക്കെടുത്തു. കുട്ടിയുടെ പാകത്തിന് വള. നിറം പോവാത്ത വള വേണ്ടേ? അയാൾ ചോദിച്ചു. അവൾ ഒരു പ്രത്യേക ദൗർബല്യത്തോടെ തലയാട്ടി. വള വേണ്ടേ? എൻ്റെ കയ്യിൽ കാശില്ല, അവൾ മന്ത്രിച്ചു. കൈ നീട്ടിൻ കുട്ടിയെ, മാപ്പിള പറഞ്ഞു. ഞാൻ ഒരു ജോഡി ഇടിച്ചു തരാം. എൻ്റെ കയ്യിൽ കാശില്ല, അവൾ വീണ്ടും പറഞ്ഞു. കാശിൻ്റെ കാര്യം ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? മാപ്പിള ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. ദേവകിയെ, ആത്തേക്ക് പൊക്കിയളാ, വെപ്പുകാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു.